എന്തുവാടേ ട്രക്കിങ്ങിന് പോവാണോ? ഇങ്ങനെയാണ് കയറാൻ പോന്നെ? കണ്ടറിയാം നീ മല കയറുന്നത്. അമ്മുക്കുട്ടി നീ കയറുവാ? നോക്കാം. അങ്ങ് ദൂരത്തിലൊരു മല കണ്ട മുമ്പില് ആ ടവറുള്ള അതിന്റെ പകുതി വരെ നമുക്ക് ജിമ്മിൽ കയറ്റാം. ഓക്കെ, ബാക്കിയുള്ള പകുതി നടന്ന് കയറണം. സ്ലിപ്പ് ഒന്നും ആവില്ല, പിടിച്ച് കയറണം, നമ്മള് ട്രക്ക് ചെയ്യണം. ഓക്കെ, നോക്കാം നമുക്കിത് എത്ര ദൂരം നടന്നു കയറാൻ പറ്റും നോക്കാലോ. അതാണ് ചാലഞ്ച്. ഇല്ല അമ്മുക്കുട്ടി, ഇന്ന് ട്രക്കിംഗ് ചാലഞ്ച് ആണ്. എല്ലാവരും സക്സസ് ആണോ? ഇപ്പൊ കാണുന്നുണ്ടോ നല്ലോണം അത്? വേറെ ആൾക്കാർ വന്നിട്ട് ഇവിടെ സൺഡേ ടൈം പാസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ബൈക്ക് എടുക്കണം, നടക്കാൻ തുടങ്ങണം. അവരൊക്കെ ഇവിടുന്ന് ബൈക്ക് എടുക്കാൻ പറ്റുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ രാവിലെ എത്തിയപ്പോ നമ്മള് ഇതിനെ കണ്ട വൈൽഡ് ബോറിനെ. ഇന്നലെ നമ്മള് കാര്യം മലയാത് വൈൽഡ് ബോർ ഉണ്ടായിരുന്നു ഇതിന് മുകളിൽ. ഞങ്ങൾ ഇന്നലെ ഇതിനുള്ള കാര്യം നടന്നൊന്നും അറിയാം. ഈ വഴി എനിക്ക് ബൈക്കാട്ടാ. ഈ മല ഏകദേശം ഞാൻ നല്ലോണം പഠിച്ചു കഴിഞ്ഞു ഈ പ്രദേശങ്ങൾ. സൺസെറ്റ് കാണാം നമുക്ക്. നമ്മൾ വന്ന കാരണല്ല, ഒരു കാര്യം സെക്കൻഡ് കയറിട്ടേക്കാണ്. പശുവല്ലേ അതിനെ പാഞ്ഞ് കുത്താൻ പറ്റും. അത് വണ്ടി കുത്തിയിട്ട് വണ്ടി വരുമോ? ഉരുൾപൊട്ടില്ല. നീ ആദ്യം ഇറങ്ങി നോക്ക്, ഇറങ്ങി ചെക്ക് വണ്ടി പാർക്കട്ടെ. വന്നോ ഇനി നടക്കുകയാണ്. വടിയാ? പന്നിക്കുട്ടിനെ കാട്ടുന്നതിന് അടിക്കാനുള്ള വടിയാ? ഞങ്ങൾ പിന്നെ ഒറ്റക്കായതുകൊണ്ട് വേറെ വണ്ടി 4x4 കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ചൊരു അപകടം പിടിച്ചൊരു കാറ്റുണ്ട്. കയറി പിന്നെ അവിടെയൊക്കെ മണ്ണൊക്കെ ഉരുണ്ട് വീണിട്ടുണ്ട്. അത് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ജിംനി അവിടെ പാർക്ക് ചെയ്തു അല്ലേ. ഇനി ബാക്കി നമ്മുടെ ഈവനിങ് വാക്കിംഗ് ട്രക്കിങ് ഇവിടുന്ന് തുടങ്ങണേ. എങ്ങനെ അടിക്കാ കാണിച്ചേ? വാവ്, എല്ലാത്തിനും അടിച്ച് തപ്പിക്കണേ. സോ നടത്താൻ ആരംഭം. വയസ്സായ അമ്മു നടന്ന് കയറടി. ഊരി ഉയർന്നു ഞാൻ. സൂക്ഷിച്ച് കയറിക്കോളേ. അമ്മ വീഴാതെ കയറിക്കോളേ. വീടിലത് എത്ര കാറ്റുണ്ടെന്ന് മനസ്സിലാകുന്നെന്ന് അറിയില്ല. പക്ഷെങ്കിൽ കുത്തനെയുള്ള കാറ്റാണിത്. ഏകദേശം ഒരു 75-80 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉണ്ടാവും. കയറടാ, കയറി ലക്ഷ്യസ്ഥാനം തുടരണം. സൂക്ഷിക്കാം.
അടുത്തല്ലേ, വിമാനത്തിന്റെ അടുത്തെത്തിയില്ല നമ്മൾ. നല്ല വ്യൂ പോയിന്റ് അല്ലേ ഇത്. മക്കളെ സക്സസ് കാണിച്ചോ, സക്സസ്. ക്ഷീണം പിടിച്ചേ, നമ്മൾ നടന്നെങ്കിൽ ഒത്തിരി ക്ഷീണം പിടിച്ചോടി. നേരെ ഇടുന്നതിന് മുമ്പിട്ട് നമുക്ക് ഈ കാട് ഇറങ്ങാം. ഓക്കെ, അയ്യോ കയ്യുടെ തോല് ചെത്തിയല്ലോ. സാറില്ല, അതൊക്കെ വേണം കുട്ടി. സാഹസികത കാണിക്കുമ്പം ചെറിയ മുറിവും ചോരയൊക്കെ വേണ്ടേ അല്ല പാരോ? ഇനി ഇതെങ്ങനെ ഇറങ്ങും എന്നുള്ളതാണ് ചോദ്യം. ചന്തിവന് മണ്ണായി. ഒരു അപകടം നടന്നു കഴിഞ്ഞു. ഒരാൾ ഉരുണ്ട് വീണു, പക്ഷെ വീടെടുക്കാൻ പറ്റിയില്ല. അത് രണ്ടാമത് കയറില്ലേടാ, സൂക്ഷിച്ചു വീട്. തയ്യ തയ്യ പതക്ക പതക്ക ചെറല് ചവിട്ടെന്ന് പറഞ്ഞ കേൾക്കൂല ചന്തു. ഒയ്യോ ഒയ്യര ഹൊയ്യ ഹൊയ്യോ വന്നിടോ. ഉയ്യോ ഉയ്യര ഹുയ്യ ഹുയ്യോ. അത് ബൈക്കാടി എത്തിയ താഴെത്തി. ഹേ അങ്ങനെ അഡ്വഞ്ചർ ട്രിപ്പ് കഴിഞ്ഞപ്പോ, അഡ്വഞ്ചർ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? അടിപൊളിയാ. പോവല്ല, സാഹസികമായ യാത്ര കഴിഞ്ഞു. ഇതിലാരൊക്കെ വീണേ? ഇല്ല, പാറ വീണ്. അമ്മു ആദ്യം വീഴുന്നു. 3 ആള് വീണു. ഇത്ര ഇറക്കത്തിൽ ബ്രേക്ക് ഇടേണ്ട ആവശ്യമില്ല. ഭയങ്കര ഗ്രിപ്പ് ഉണ്ടാവാ ടയറിന്. കറക്റ്റായിട്ട് ബ്രേക്ക്